അപ്പോൾ പ്രപ്പോസിഷണൽ ഇക്വലൻസ് രണ്ട് തരത്തിലാണ്. ഫസ്റ്റ് വൺ ലോജിക്കൽ ഇക്വലൻസ്, സെക്കൻഡ് വൺ ലോജിക്കൽ ഇംപ്ലിക്കേഷൻ. അപ്പോൾ ലോജിക്കൽ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് S1 ആൻഡ് S2. ആ S1ഉം S2ഉം ലോജിക്കലി ഇക്വലൻ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ രണ്ടിനും സെയിം ട്രൂത്ത് വാല്യൂ ആയിരിക്കണം. അപ്പോൾ S1ൻ്റെ ട്രൂത്ത് വാല്യൂയും S2ൻ്റെ ട്രൂത്ത് വാല്യൂയും സെയിം ആണെങ്കിൽ S1 ലോജിക്കലി ഇക്വലൻ്റ് ടു S2 എന്ന് പറയാം. ഇനി ലോജിക്കൽ ഇംപ്ലിക്കേഷൻ പറയുന്നതെന്ന് വെച്ചാൽ P ഇംപ്ലിക്കേഷൻ Q ഒരു ടോട്ടോളജിയാണ്. അങ്ങനെയാണെങ്കിൽ P ലോജിക്കലി ഇംപ്ലൈസ് Q എന്ന് പറയാം. എഴുതുന്നത് P ഇംപ്ലൈസ് Q എന്ന് എഴുതാൻ പറ്റും. ഇനി അതുപോലെ ആ സിമ്പിൾ P ഇംപ്ലൈസ് Q ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, P ഇംപ്ലിക്കേഷൻ Q ഒരു ടോട്ടോളജിയാണ് എന്ന് പറയാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ ഷോ ദാറ്റ് നെഗേഷൻ ഓഫ് P ഓർ Q, നെഗേഷൻ ഓഫ് P ഓർ Qവും അതുപോലെ നെഗേഷൻ P ആൻഡ് നെഗേഷൻ Qവും ലോജിക്കലി ഈക്വലൻസ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് Pയുടെ വാല്യൂസ്, P എന്ന് പറയുന്നത് P 1 1 0 0, അങ്ങനെയാണെങ്കിൽ Q 1 0 1 0. ഓക്കെ, P ഓർ Q എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 ഓർ 1 എന്ന് വെച്ചാൽ 1 ആണ്, 1 ഓർ 0 1 ആണ്, 0 ഓർ 1 എന്ന് വെച്ചാൽ 1 ആണ്, 0 ഓർ 0 0 ആണ്. ഇനി അടുത്തത് നെഗേഷൻ ഓഫ് P ഓർ Q. അപ്പോൾ P ഓർ Q 1ൻ്റെ നെഗേഷൻ 0, 1ൻ്റെ നെഗേഷൻ 0, ഇവിടെയും 1ൻ്റെ നെഗേഷൻ 0, 0യുടെ നെഗേഷൻ 1. ഇനി നെഗേഷൻ നമുക്ക് എന്തൊക്കെയാണ് ലോജിക്കലി ഈക്വലൻ്റ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്? നെഗേഷൻ ഓഫ് P ഓർ Q ആൻഡ് അത് ആർക്കാണ് ഈക്വലൻ്റ്? നെഗേഷൻ ഓഫ് P ആൻഡ് നെഗേഷൻ ഓഫ് Q എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നെഗേഷൻ P കണ്ടുപിടിക്കണം. നെഗേഷൻ P എന്ന് വെച്ചാൽ 1ൻ്റെ നെഗേഷൻ 0, 1ൻ്റെ നെഗേഷൻ 0, 0യുടെ നെഗേഷൻ 1, 0യുടെ നെഗേഷൻ 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വേണ്ടത് നെഗേഷൻ Q ആണ്. അപ്പോൾ 1ൻ്റെ നെഗേഷൻ 0, 0യുടെ നെഗേഷൻ 1, 1ൻ്റെ നെഗേഷൻ 0, 0യുടെ നെഗേഷൻ 1. ഇനി നെഗേഷൻ P ആൻഡ് നെഗേഷൻ Q, 0 ആൻഡ് 0 എന്ന് വെച്ചാൽ 0, 0 ആൻഡ് 1 0, 1 ആൻഡ് 0 0, 1 ആൻഡ് 1 1. അപ്പോൾ നോക്കിക്കേ, ഈ കിട്ടിയിരിക്കുന്ന കോളവും ഈ കിട്ടിയ കോളവും സെയിം അല്ലേ? അപ്പോൾ ദാറ്റ് മീൻസ് നെഗേഷൻ ഓഫ് P ഓർ Q ൻ്റെയും നെഗേഷൻ ഓഫ് P ആൻഡ് നെഗേഷൻ Qൻ്റെയും ട്രൂത്ത് വാല്യൂസ് സെയിം ആയിട്ട് വന്നു. So that means negation P or Q logically equivalent to negation P and negation Q.